ദേഷ്യം. അപ്പം എന്താണ് ദേഷ്യം എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത് അല്ലേ. ഞാൻ നല്ല ഒന്നാന്തരം ഒരു ദേഷ്യക്കാരിയാണ് ഞാൻ കേട്ടോ. അതായത് നമ്മൾക്ക് ഈ ദേഷ്യം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ആ പ്രഷർ എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ആ പ്രഷർ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ദേഷ്യം അതേപോലെ ഉയർന്നുയർന്ന് പോകും. അത് നമുക്ക് ഏത് പ്രായത്തിനെ എന്ന് വിചാരിക്കേണ്ട, ഏത് പ്രായത്തിലും പ്രഷർ തന്നെയാണ്. ആ സമ്മർദ്ദം നമ്മൾക്ക് അതിജീവിക്കാൻ ചില സമയത്ത് പറ്റുകയില്ല. അപ്പം നമ്മൾ തറയിൽ പോകും അല്ലേ. അപ്പോൾ ഈ ദേഷ്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അതായത് നമ്മൾക്കൊരു സ്വഭാവമുണ്ട്. അതായത് നമ്മളുടെ മനസ്സ് നമ്മളെ നിയന്ത്രിച്ച് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ചിലർക്ക് വൃത്തി കറക്റ്റായിട്ട് വൃത്തിയാക്കി വയ്ക്കണം, അടുക്കും ചിട്ട അല്ലേ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. സമയത്ത് ഭക്ഷണം വേണം. അത് ജീവിതത്തിൽ ഓരോ നിഷ്ഠകൾ പാലിക്കുന്ന ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ എന്താണ്, ഇന്ന കാര്യങ്ങൾ എന്നോട് പറയാവുള്ളൂ, ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുന്നത് അല്ലേ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരാൾക്ക് ദേഷ്യം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ദേഷ്യം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടാകുമ്പോഴാണ് ദേഷ്യം തോന്നുന്നത്. നമുക്കിത്ര നമ്മളുടെ ഇപ്പം നിലവിലുള്ള പ്രായം വരെ നമുക്ക് ഒരു അറിവെത്തുമ്പോൾ എന്താണ് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങും നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു കാൽക്കുലേഷൻ വേണം. എന്നിട്ട് അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം, ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ ദേഷ്യപ്പെടും എന്നുള്ളത്. ഈ ദേഷ്യം പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളത് നമ്മുടെ വീട്ടിലുള്ളവർക്കാണല്ലോ ഇതിൻ്റെ എഫക്റ്റ് കൂടുതൽ അനുഭവിക്കേണ്ടത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആരോടാണോ നമ്മൾ ഓരോ കാര്യത്തിനും ദേഷ്യപ്പെടുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് നമ്മുടെ അമ്മയോടായിരിക്കും ഇല്ലേ. അച്ഛനോട് അങ്ങനെ പോകാൻ പറ്റില്ല, അച്ഛനോട് ദേഷ്യപ്പെടില്ല എന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ദേഷ്യപ്പെടുന്നത് അച്ഛനോട് ആയിരിക്കില്ല, അമ്മയോടായിരിക്കും. അപ്പം കാരണം എന്താണ്, അത് നമ്മുടെ അമ്മയല്ലേ, നമ്മളെ അറിയാമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിന്തകളുണ്ട്. അമ്മ പ്രത്യേകിച്ചൊന്നും പറയില്ല, എല്ലാം കേൾക്കും. അത് ആ ഒരു രീതിയാണ് നമ്മളുടെ. അപ്പം നമ്മൾ ആ ഒരു ദേഷ്യം കാണിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ അവരോട് പറയണം. നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന വ്യക്തിയോട് നമ്മൾ വളരെ ശാന്തനായിട്ടോ ശാന്തയായിട്ടോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂളായിട്ട് അവരോട് സംസാരിച്ചിട്ട് പറയണം, എനിക്ക് ഇങ്ങനെ ദേഷ്യം തോന്നും, ആ സമയത്ത് ദയവേത് എന്നോട് തിരിച്ചൊന്നും പറയാൻ അല്ലെങ്കിൽ ചോദിക്കാനോ നിൽക്കല്ല, എന്നെ കാണുമ്പോൾ ദേഷ്യം ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നത്, ആ സമയത്തൊന്നും മിണ്ടരുതേ, അങ്ങനെ നമ്മൾ ആ ഒരു കുറച്ച് സമയത്തേക്ക് എന്നോടൊന്നും ചോദിക്കാൻ വരല്ലേ എന്ന് നമ്മൾ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ദേഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടാവാനാണ് ചാൻസ്, അവരോട് നമ്മളൊന്ന് സൂചിപ്പിച്ച് വെച്ചേക്കുക. അതൊരു നല്ല ഒരു മാർഗ്ഗമാണ്. പിന്നീട് എന്താണ്, നമ്മൾക്ക് ദേഷ്യം വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ദേഷ്യം വന്നാൽ അവരോട് പറയും, അവർ തിരിച്ചെന്തെങ്കിലും മറുപടി പറഞ്ഞാൽ നമ്മൾ തിരിച്ച് മറുപടി പറയും. അത് ചിലപ്പം വഴക്കാകും, ചിലപ്പം തല്ലുണ്ടാകും, നമ്മുടെ ആ ഒരു അന്തരീക്ഷം മാറ്റിമറിക്കും, മറ്റുള്ളവർ നമ്മളെ വെറുക്കുന്ന രീതിയിലേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ പ്രഷർ കൂടി വരും. പ്രഷർ കൂടിയാൽ എന്താ സംഭവിക്കുക? ചിലപ്പം വല്ല നരമ്പും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതോടുകൂടിയും ചിലപ്പം കിടക്കയിലാവാനും മതി. ഈ ഒരു ചിന്ത എപ്പോഴും വേണം. അതുകൊണ്ട് പ്രഷർ വേണ്ട, ദേഷ്യം കുറയ്ക്കാം. ദേഷ്യം കൊണ്ടോട്ട് ഒന്നും സാധിക്കാൻ പോകുന്നില്ല. കുറേയൊക്കെ ആൾക്കാർ ഈ ദേഷ്യം എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കും. അതിനപ്പുറത്തേക്കാണെങ്കിൽ ആളുകൾ അംഗീകരിക്കുക പോലും ഇല്ല ഈ ദേഷ്യത്തെ.
അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ദേഷ്യം കൊണ്ട് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്നത് നമുക്ക് തന്നെയാണ് എന്ന്. ശരിയല്ലേ?